അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 3-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാലിസ, 3-ാമത്തെ പാഠം. വ ഇൻ കുൻതും ജുനുബൻ ഫതഹ്ഹറു. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര കഴിഞ്ഞ് വരികയായിരുന്നു. മദീനയിൽ എത്താറായപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. അതിനാൽ വാഹനങ്ങൾ ശരിപ്പെടുത്തുക, വസ്ത്രങ്ങൾ നന്നാക്കുക, ജനങ്ങൾക്കിടയിൽ നല്ല ശ്രദ്ധ പിടിച്ചുപറ്റുക. വൃത്തികേടും വൃത്തിയില്ലാതെ നടക്കുന്നതും അല്ലാഹു തആലക്ക് ഇഷ്ടമല്ല. ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു തആല ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. ഹൃദയശുദ്ധി, വചനശുദ്ധി, കർമ്മശുദ്ധി, പരിസരശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ശരീരശുദ്ധി എന്നിങ്ങനെ ശുദ്ധികൾ പലതരമുണ്ട്. ശരീരത്തെയും വസ്ത്രത്തെയും നജസും മാലിന്യവുമാക്കാതെ സൂക്ഷിക്കൽ, മിസ്വാക്ക് ചെയ്യൽ, വുളൂഅ്, കുളി, ഇസ്തിൻജാ തുടങ്ങിയവ ശരീരശുദ്ധിയുടെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിസ്വാക്ക് ചെയ്യൽ വായയുടെ ശുദ്ധീകരണവും റബ്ബിന്റെ തൃപ്തി നേടിത്തരുന്ന കാര്യവുമാണ്. മിസ്വാക്ക് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത് മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. വുളൂഅ്, നിസ്കാരം, തവാഫ്, സിക്ർ, ഖുർആൻ പാരായണം, ഇൽമു പഠിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അതുപോലെ ഉറങ്ങാൻ പോകുമ്പോഴും ഉണർന്നയുടനെയും ഭക്ഷണം കഴിച്ചതിനു ശേഷവും മരണാസന്ന സമയത്തും വായയിലെ ദുർഗന്ധം നീക്കാനും മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അടുത്തത് നോക്കൂ. അറാക്ക് കമ്പാണ് മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമം. സ്വന്തം വിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ സുന്നത്ത് ലഭിക്കില്ല. ആദ്യം വലതുഭാഗത്തെ മുകളിലെയും താഴെയുമുള്ള പല്ലുകൾ ഉള്ളും പുറവും മിസ്വാക്ക് ചെയ്യണം. അപ്രകാരം ഇടതുഭാഗവും ചെയ്യണം. നോമ്പുള്ളവന് ഉച്ചയ്ക്കു ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. വുളൂഉം കുളിയും ആന്തരികവും ബാഹ്യവുമായ ശരീര ശുദ്ധീകരണമാണ്. വുളൂ ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഹദസുൻ അസ്ഗർ എന്ന് പറയുന്നു. വുളൂ ചെയ്യുന്നവന്റെ പാപങ്ങൾ വെള്ളത്തോടൊപ്പം പുറത്തു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമയുടെ ഖുത്ബ, മുസ്ഹഫ് തൊടുക, എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി വുളൂ ചെയ്യൽ നിർബന്ധമാണ്. ഖുർആൻ പാരായണം ചെയ്യുക, അറിവ് പഠിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, അദാൻ, ഇഖാമത്ത് തുടങ്ങിയവ നിർവഹിക്കുക, ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വുളൂ ചെയ്യൽ സുന്നത്താണ്. ജനാബത്ത്, ഹൈല്, നിഫാസ്, പ്രസവം തുടങ്ങിയ കാര്യങ്ങൾ അവസാനിച്ചാൽ കുളിക്കൽ നിർബന്ധമാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളുള്ള അവസ്ഥയെ ഹദസുൻ അക്ബർ എന്ന് പറയുന്നു. ഹദസുൻ അക്ബർ ഉള്ള സമയത്ത് നിസ്കാരം, തവാഫ്, സുജൂദ്, മുസ്ഹഫ് തൊടുക, എടുക്കുക, ഖുർആൻ ഓതുക, മസ്ജിദിൽ താമസിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഹറാമാണ്. അതുപോലെ ജനാബത്തുള്ളവൻ ജുമയുടെ ഖുത്ബ നിർവഹിക്കലും ഹറാമാണ്. ജുമാ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ഇഅ്തികാഫ്, അദാൻ, മക്ക, മദീന ഹറമുകളിൽ പ്രവേശിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, നല്ല സദസ്സുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ്. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്താറുൽ മുനാസിബ്. ഇവിടെ നമുക്ക് ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷനിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കണം. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. 1. നോമ്പുള്ളവൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. ഓപ്ഷൻസ് നോക്കൂ. സുന്നത്ത്, കറാഹത്ത്, ഹറാം. ശരി ഉത്തരം കറാഹത്ത്. 2. മുസ്ഹഫ് തൊടാൻ വേണ്ടി വുളൂ ചെയ്യൽ. ഓപ്ഷൻസ് നോക്കൂ. കറാഹത്ത്, സുന്നത്ത്, വാജിബ്. ശരി ഉത്തരം വാജിബ്. 3. മുമ്പ് വുളൂ ചെയ്യൽ സുന്നത്താണ്. ഓപ്ഷൻസ് നോക്കൂ. നഖം മുറിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, മീശ മുറിക്കുക. ശരിയായത് ഏതാണ്? ഖബർ സിയാറത്ത് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക.
അടുത്തത് 4 നോക്കൂ. മുമ്പ് കുളിക്കൽ സുന്നത്താണ്. ഓപ്ഷൻസ്: പ്രസവം, തലമുണ്ടനം ചെയ്യൽ, പെരുന്നാൾ നിസ്കാരം. ശരിയുത്തരം പെരുന്നാൾ നിസ്കാരം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം. നുജീബു ബി കലിമത്തിൻ വാഹിദ. ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 1. മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ വസ്തു ഏത്? ഉത്തരം അറാക്ക് കമ്പ്. 2. വുളൂ ചെയ്തവനിൽ നിന്ന് വെള്ളത്തോടൊപ്പം പുറത്തു പോകും. എന്ത്? ഉത്തരം അവന്റെ പാപങ്ങൾ. 3. വുളൂ ഇല്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ഹദസുൻ അസ്ഗർ. 4-മത്തത് നോക്കൂ. ജനാബത്തുള്ള അവസ്ഥയ്ക്ക് എന്ത് പറയുന്നു? ഉത്തരം ഹദസുൻ അക്ബർ. 5. ഹദസുൻ അക്ബർ ഉള്ളവൻ ഖുർആൻ ഓതുന്നതിന്റെ വിധി. ഉത്തരം ഹറാം. 6. മദീനയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് സുന്നത്താണ്. എന്ത്? ഉത്തരം കുളിക്കൽ. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 3-മത്തെ പ്രവർത്തനം. നക്തുബ് ഫിക്ര. പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. മിസ്വാക്ക് ചെയ്യൽ. അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ഖണ്ഡിക തയ്യാറാക്കണം. നോക്കൂ, മിസ്വാക്ക് ചെയ്യൽ വായയുടെ ശുദ്ധീകരണവും റബ്ബിന്റെ തൃപ്തി നേടിത്തരുന്ന കാര്യവുമാണ്. മിസ്വാക്ക് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത് മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. വുളൂ, നിസ്കാരം, തവാഫ്, ദിക്ർ, ഖുർആൻ പാരായണം, ഇൽമു പഠിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അതുപോലെ ഉറങ്ങാൻ പോകുമ്പോഴും ഉണർന്നയുടനെയും ഭക്ഷണം കഴിച്ചതിനു ശേഷവും മരണാസന്ന സമയത്തും വായയിലെ ദുർഗന്ധം നീക്കാനും മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അറാക്ക് കമ്പാണ് മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമം. സ്വന്തം വിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ സുന്നത്ത് ലഭിക്കില്ല. ആദ്യം വലതുഭാഗത്തെ മുകളിലെയും താഴെയുമുള്ള പല്ലുകൾ ഉള്ളും പുറവും മിസ്വാക്ക് ചെയ്യണം. അപ്രകാരം ഇടതുഭാഗവും ചെയ്യണം. നോമ്പുള്ളവന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. അപ്പൊ എത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്? ഇനി നോക്കൂ, നക്തുബ് ഫിക്ര. അതിലെ 2-മത്തത് വചനശുദ്ധി. അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതണം. നോക്കൂ, നമുക്ക് ആ പ്രവർത്തനം നോക്കാം. വചനശുദ്ധി എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഓരോരുത്തരിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ മുൻനിർത്തിയാണ് ആളുകളുടെ നിലവാരം അളക്കപ്പെടുന്നത്. സംസാരം മികച്ചതാക്കാനും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ സുന്ദരമായ വചനങ്ങൾ ഉപയോഗിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട്. വചനശുദ്ധിയുടെ പ്രധാന വശമാണ് മിതമായി സംസാരിക്കൽ. നല്ല വാക്കിനെ നരകത്തിൽ നിന്നുള്ള രക്ഷയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നു. അള്ളാഹു മനുഷ്യന് നൽകിയ മഹാ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് അവന് സംസാരശേഷി നൽകിയെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടിമകൾ ഏറ്റവും നല്ലത് സംസാരിക്കണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. സത്യവിശ്വാസികളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നതിൽ അവന്റെ സംസാരത്തിന് മുഖ്യമായ പങ്കുണ്ടെന്ന് ചുരുക്കം. ഒരു മനുഷ്യന്റെ നാവ് നന്നായാൽ അവന്റെ മറ്റു അവയവങ്ങളും നേരെയാവും. നാവ് മോശമായാൽ അവന്റെ മറ്റു അവയവങ്ങളും മോശമാവും. അതിനാൽ തന്നെ ഒരു മുസ്ലിം അവന്റെ ഇബാദത്തുകൾ നന്നാവണമെങ്കിലും മറ്റുള്ളവർ അവനെ ഇഷ്ടപ്പെടണമെങ്കിലും അവൻ വചനശുദ്ധിയോടെ സംസാരിക്കുന്നവനാവണമെന്ന് ഇതിൽ നിന്നും ഗ്രഹിക്കാം. നക്തുബ് ഫിക്ര. അതിലെ 3-മത്തത് നോക്കൂ, ഹൃദയശുദ്ധി. അതിനെ കുറിച്ചിട്ട് നമ്മളൊരു പാരഗ്രാഫ് എഴുതണം. നോക്കൂ, ഹൃദയശുദ്ധി എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഉത്കൃഷ്ട ജീവിയാണ് മനുഷ്യൻ. മനുഷ്യന്റെ ഉത്കൃഷ്ടത അവനെ അറിവ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു എന്നതാണ്. അറിവുകളിൽ ഏറ്റവും പ്രധാനം ഇരുലോക വിജയത്തിനും ഉയർച്ചയ്ക്കും കാരണമാകുന്ന ജ്ഞാനമാണ്. ഈ ജ്ഞാനം ലഭിക്കുന്നത് ഹൃദയം കൊണ്ട് മാത്രമാണ്. ഹൃദയമാണ് അള്ളാഹുവിനെ അറിയുന്നതും അവനിലേക്ക് അടുപ്പിക്കുന്നതും. അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നതും അധ്വാനിക്കുന്നതും ഹൃദയം തന്നെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഹൃദയമാണ്. അതിന്റെ പ്രതിഫലനങ്ങളാണ് മറ്റു അവയവങ്ങളിൽ പ്രകടമാകുന്നത്. അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്നതും ഹൃദയം തന്നെ. അതിന്റെ പ്രതിഫലനങ്ങളാണ് അവയവങ്ങളിൽ നിന്ന് പ്രകടമാകുന്ന തെറ്റുകൾ. അപ്പോൾ ഹൃദയത്തിന്റെ പ്രകാശമനുസരിച്ച് അവയവങ്ങളിൽ നിന്ന് സൽപ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ഹൃദയത്തിന്റെ ഇരുട്ടനുസരിച്ച് അവയവങ്ങളിൽ നിന്ന് ദുശ്ചെയ്തികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പാരത്രിക വിജയത്തിന്റെ അടിസ്ഥാനം ഹൃദയവിശുദ്ധിയാണ്. ആകയാൽ ഹൃദയത്തെ സംസ്കരിച്ച് സംശുദ്ധീകരിക്കുന്നതിനുള്ള കൃത്യമായ കർമ്മ പദ്ധതികളും പ്രായോഗിക മാർഗങ്ങളും രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ഓരോ വിശ്വാസിക്കും ബാധ്യതയാണ്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 4-മത്തെ പ്രവർത്തനം. തഹസീസ്. അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്.
അതിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ഈ പാഠത്തിൽ നിന്ന് 7 ചോദ്യങ്ങൾ ഉണ്ടാക്കി അവയുടെ ഉത്തരം എഴുതുക. അപ്പൊ നമ്മൾ തന്നെയാണ് 7 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും കണ്ടെത്തേണ്ടത്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം, ശുദ്ധി എന്തിന്റെ ഭാഗമാണ്? ഉത്തരം ഈമാനിന്റെ. 2. ശരീരശുദ്ധിയുടെ ഭാഗമായ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ശരീരത്തെയും വസ്ത്രത്തെയും നജസ്സും മാലിന്യവുമാക്കാതെ സൂക്ഷിക്കൽ, മിസ്വാക്ക് ചെയ്യൽ, വുളൂ, കുളി, ഇസ്തിൻജാ തുടങ്ങിയവ. മൂന്നാമത്തെ ചോദ്യം, മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? ഉത്തരം മിസ്വാക്ക് ചെയ്യൽ വായയുടെ ശുദ്ധീകരണവും റബ്ബിന്റെ തൃപ്തി നേടിത്തരുന്ന കാര്യവുമാണ്. മിസ്വാക്ക് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത് മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. നാലാമത്തെ ചോദ്യം, ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുള്ളത്? ഉത്തരം വുളൂ, നിസ്കാരം, തവാഫ്, ദിക്ർ, ഖുർആൻ പാരായണം, ഇൽമു പഠിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക്. അഞ്ചാമത്തെ ചോദ്യം, മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്തായത് എപ്പോഴെല്ലാം? ഉത്തരം ഉറങ്ങാൻ പോകുമ്പോഴും ഉണർന്നയുടനെയും ഭക്ഷണം കഴിച്ചതിനു ശേഷവും മരണാസന്ന സമയത്തും വായയിലെ ദുർഗന്ധം നീക്കാൻ വേണ്ടിയും. ആറാമത്തെ ചോദ്യം, ആന്തരികവും ബാഹ്യവുമായ ശരീര ശുദ്ധീകരണം ഏത്? ഉത്തരം വുളൂഉം കുളിയും. ഏഴാമത്തെ ചോദ്യം, എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്? ഉത്തരം ആദ്യം വലതുഭാഗത്തെ മുകളിലെയും താഴെയുമുള്ള പല്ലുകൾ ഉള്ളും പുറവും മിസ്വാക്ക് ചെയ്യുക. അപ്രകാരം ഇടതുഭാഗവും ചെയ്യുക. അപ്പൊ ഇതുപോലെ നിങ്ങൾ 7 ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും തയ്യാറാക്കുക. ഇനി നോക്കൂ, തഹ്സീസ്, അതിലെ 2ാമത്തെ പ്രവർത്തനം, പരിസര ശുദ്ധി എന്ന വിഷയത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നോക്കൂ, പരിസര ശുദ്ധി എന്നൊരു ഹെഡിങ് കൊടുക്കുക. ശരീരശുദ്ധിക്ക് പുറമെ ഒരു മുസ്ലിം തന്റെ വസ്ത്രങ്ങൾ, വീടുകൾ, തെരുവുകൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു. ഒരു മുസ്ലിമിന് അശുദ്ധമായ ശരീരം, വസ്ത്രം അല്ലെങ്കിൽ വൃത്തികെട്ട പരിസരം എന്നിവ ഉപയോഗിച്ച് നിസ്കാരം നിർവഹിക്കാൻ കഴിയില്ല. ശുദ്ധജലം ഉപയോഗിക്കാനും മാലിന്യങ്ങളിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും പരിസരം സുരക്ഷിതമായി സൂക്ഷിക്കാനും അല്ലാഹു തആല ആവശ്യപ്പെടുന്നു. അടുത്ത പാരഗ്രാഫ്, പരിസര ശുചിത്വം നിലനിർത്തൽ ഇസ്ലാമിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. പരിസരങ്ങളിൽ നിന്നും തെരുവുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യൽ അത്യാവശ്യമാണ്. അശുദ്ധിയും വൃത്തികേടും അകത്തായാലും പുറത്തായാലും അവയുടെ കെടുതികളും സാംക്രമികതയും പരിസരങ്ങളിലേക്ക് പരന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പുറത്തെയും അകത്തെയും വൃത്തികേടുകൾ നീക്കിക്കളയേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. വൃത്തിയും ശുദ്ധിയുമെല്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിന്റെയും ജീവിത സന്തോഷത്തിന്റെയും ഭാഗമാണ്. ശരീരം, വസ്ത്രം, വീട്, പരിസരം, ജോലിയിടം, പാഠശാല, വഴികൾ, ജലാശയങ്ങൾ, വിശ്രമസ്ഥലങ്ങൾ, പരിസ്ഥിതി തുടങ്ങി എല്ലാറ്റിലും വൃത്തി ഉറപ്പാക്കാൻ നാം ശ്രദ്ധിക്കണം. പരിസരവൃത്തിയും ശുദ്ധിയും സംരക്ഷിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അതത്രയേറെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. നിശ്ചയം അല്ലാഹു പരിശുദ്ധനാണ്, വൃത്തിയെ അവനിഷ്ടപ്പെടുന്നു. വീടുകളും പരിസരങ്ങളും നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. വൃത്തി വീട്ടുപരിസരത്ത് മാത്രം പോരാ, എവിടെയും വൃത്തികേടാക്കാൻ ഒരാൾക്കും അവകാശമില്ല. വൃത്തിഹീനതയുടെയും മലിനീകരണത്തിന്റെയും സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാനും വൃത്തി ഉറപ്പാക്കാനും ഇസ്ലാം നിർദ്ദേശിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ വൃത്തിക്കുള്ള പങ്ക് വളരെ വലുതാണ്. വൃത്തിഹീനമായ പരിസരങ്ങളും അശ്രദ്ധയും രോഗം പരത്താനും ദുരിതം വിതയ്ക്കാനും കാരണമാകും. സ്വന്തം ശരീരത്തിലും പരിസരങ്ങളിലും വൃത്തിയും ശുചിത്വവും ഉറപ്പാക്കൽ വ്യക്തിപരമായ നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.